നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരെന്നറിയോ? വർമ്മ സാറ്. അച്ഛനോ? ആ അതെ. രാജു, ഹൃതിക മിടുക്കി കുട്ടിയാ. അത്യാവശ്യം പഠിക്കുകയും ചെയ്യും. പക്ഷേ ഹൃതികയുടെ മനസ്സിൽ എപ്പോഴും ഓരോ ചിന്തകളാ, പിന്നെ അനാവശ്യമായ ഭയവും. അതാണ് ഹൃതിക മാറ്റിയെടുക്കേണ്ടത്. എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ് ഹൃതിക. താങ്ക് യു സർ. ആ വേണി സാർ എന്നെ കളിയാക്കിയപ്പോ രാജു എന്തിനാ ചിരിച്ചത്? ഞാൻ ചിരിച്ചെന്നോ? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. ഹൃതിക മാഡത്തിന് അങ്ങനെ തോന്നുന്നതാ. കളിയാക്കി ചിരിച്ചിട്ട് ഇല്ലാന്ന് നോണ പറയുന്നോ? എങ്ങനെ ചിരിക്കാതിരിക്കും മാഡം? അന്ന് ഈ എക്സാം ദിവസം ഞാൻ എത്ര തവണ മാഡത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. എന്നെ കൊണ്ട് അതിനെ സമ്മതിച്ചോ? അന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് മാഡത്തിന് ഈ അവസ്ഥ വരുമായിരുന്നോ? എന്നെ കൊണ്ട് അതൊന്നും ആലോചിപ്പിക്കല്ലേ. ആ നശിച്ച ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ തല പുകയും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് വാ തുറന്ന് പറയണം. അല്ലതെ പാതി വഴിയിൽ വിഴുങ്ങല്ല വേണ്ടത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ മിണ്ടാതെ എന്റെ കൂടെ വരാനാണെങ്കിൽ വന്നാ മതി. അല്ലെങ്കിൽ ഞാൻ തനിയെ പോയി ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തോളാം. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല മാഡം. എങ്കി നടന്നോ. മാഡം, ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു, ഫീസും അടച്ചു. ഇനി പഠിച്ച് എക്സാം എഴുതിയാ മതി. അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഗുരുദക്ഷിണ നൽകേണ്ടി വരും. ഗുരു ആരായാലും ദക്ഷിണ വച്ച് പഠനം തുടങ്ങേണ്ടത് അതൊരു വിദ്യാർത്ഥിയുടെ കടമയാ. അതില് ഒരു തെറ്റും കാണുന്നില്ല. രാജുവിന്റെ ഗുരുദക്ഷിണ തരാൻ എനിക്കൊരു മടിയുമില്ല. അയ്യോ മാഡം, ഞാനൊരു തമാശ പറഞ്ഞതാ. എനിക്ക് അങ്ങനെ മാഡം ദക്ഷിണ ഒന്നും തരണ്ട. മാഡത്തിന് എക്സാമിന് ജയിപ്പിക്കേണ്ടത് എന്റെ കടമയാ. ആണോ? എങ്കി ഇയാൾക്ക് ദക്ഷിണ തരാമെന്ന് ഞാനും തമാശ പറഞ്ഞതാ. അല്ല, ഇയാൾക്ക് ദക്ഷിണ മാത്രം മതിയോ അതോ ട്യൂഷൻ ഫീസും വേണോ? എന്റെ പൊന്ന് മാഡം, എനിക്ക് ഒന്നും വേണ്ട. മാഡം എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായാ മതി. ഇതെന്താ രാജു? ഇന്നിവിടെ ഒരു പ്രസംഗ മത്സരം നടക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്താ മാഡത്തിന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാം. പ്രസംഗ മത്സരത്തിനോ? ഞാനിന്ന് കോളേജിലേക്ക് വന്നതേ എന്റെ ഫെയിലായ സബ്ജക്റ്റിന് റീ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാനാ, അല്ലാതെ പ്രസംഗ മത്സരത്തിനല്ല. രാജു പോയി പണി നോക്ക്. മാഡം ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. എടുത്ത് ചാടല്ലേ മാഡം. ഇത് മാഡത്തിന് ഗുണമുള്ള കാര്യ. എന്ത് ഗുണമുള്ള കാര്യമാണെങ്കിലും വേണ്ട. എനിക്ക് സ്റ്റേജിന്റെ മുകളിൽ കയറി മൈക്ക് കയ്യിൽ പിടിക്കുമ്പോഴേ വരയ്ക്കാൻ തുടങ്ങും. എന്നോടാ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുന്നത്. നല്ല കഥയായി. ഇതാണ് മാഡത്തിന്റെ പ്രശ്നം. മാഡത്തിനൊരു കോൺഫിഡൻസ് ഇല്ല. ജീവിതത്തിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം മാഡം. അത് മാത്രമല്ല, ഇന്ന് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരെന്നറിയോ? വർമ്മ സാറ്. അച്ഛനോ? അതെ. അതെന്താ രാജു എന്നോട് അച്ഛൻ വരുന്നുണ്ടെന്ന കാര്യം ആദ്യമേ പറയാതിരുന്നത്? വർമ്മ സാറ് വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞ് മാഡത്തിന് വെറുതെ ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് കരുതി. എന്നാ പിന്നെ വേഗം ഫോമിങ് താ, ഞാൻ ഫില്ല് ചെയ്ത് തരാം. തിരിഞ്ഞിക്ക്. ലാസ്റ്റ് ഒപ്പിടണേ. ഒരുപാട് സ്വപ്നങ്ങളോടെ, വളരെയേറെ പ്രതീക്ഷകളോടെ ഈ കലാലയത്തിലേക്ക് ഇന്ന് കാലെടുത്തു വെച്ച വിദ്യാർത്ഥികൾക്കും ഈ കലാലയത്തിൽ വിദ്യ അഭ്യസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒന്നുചേർന്നിരിക്കുന്നത് നമ്മുടെ കോളേജിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത കുട്ടികളെ പരിചയപ്പെടുന്നതിനും ഈ കോളേജിൽ നിലവിൽ വിദ്യാർത്ഥികളായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പ്രതാപ വർമ്മ സാർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് എത്തുന്നതാണ്.
എങ്കിൽ സമയം വൈകിക്കാതെ നമുക്ക് പ്രസംഗ മത്സരത്തിലേക്ക് കടക്കാം. ഈ പ്രസംഗ മത്സരം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രസംഗം പറയുന്ന രീതിയിലല്ല. ഞങ്ങളിവിടെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ മനസ്സിലെ ഓർമ്മകളും ചിന്തകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രസംഗം പോലെ. വെൽക്കം സർ. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രസംഗ മത്സരത്തിന്റെ ടോപ്പിക് ഇതാണ്: അച്ഛൻ. അപ്പോൾ ആദ്യം ആരാണ് അച്ഛൻ എന്ന ടോപ്പിക്കിൽ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്വേത ഭാസ്കർ. എന്റെ പേര് ശ്വേത ഭാസ്കർ. ഞാൻ ഇവിടെ ചെറുവള്ളി പ്രോഗ്രാം തുടങ്ങി തോന്നുന്നല്ലോ. അതെ സർ, ദേ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ജോയിൻ ചെയ്തിരിക്കുന്നത്. രാജു, അച്ഛനെ ഇതുവരെ കാണുന്നില്ലല്ലോ. പ്രോഗ്രാം തുടങ്ങി. ഇനി അച്ഛൻ വരാതിരിക്കുവോ? ഏയ്, വർമ്മ സാറ് കോളേജ് ക്യാമ്പസിലെത്തേണ്ട സമയമായി. മാഡം ധൈര്യമായിട്ടിരിക്കുക, സാറ് വന്നോണം. പ്രസംഗ മത്സരം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ ഇരുന്ന് പഠിച്ചു. പക്ഷെ അച്ഛൻ എന്ന സബ്ജക്ട് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ അമ്മ തരുന്നതിനേക്കാൾ കൂടുതൽ പോക്കറ്റ് മണി തരുന്നത് എന്റെ അച്ഛനാണ്. അമ്മ എന്നെ ട്രെൻഡിയായി വസ്ത്രം ധരിക്കാനൊന്നും സമ്മതിക്കാറില്ല. അതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛനാണ്. രാജു, ഇനി അടുത്തത് ഞാനായിരിക്കോ? എനിക്ക് വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. മാഡം എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ രാജു, അതാ എന്റെ പേടി. പിന്നെ എന്റെ അച്ഛൻ എന്റെ ജീവനാണ്. എന്നെ ടൂറിന് വിടുന്നതും എനിക്ക് സിനിമ കാണാൻ കാശ് തരുന്നതും ഒക്കെ എന്റെ അച്ഛനാണ്. പ്രസംഗം പറയൂന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത് മാഡം അല്ലേ? മാഡത്തിനെ കൊണ്ട് ഇത് സാധിക്കും. അച്ഛൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ലല്ലോ മാഡം, അതൊരു വികാരമല്ലേ? അച്ഛൻ എന്ന് കേൾക്കുമ്പോ മാഡത്തിന് എന്താണ് ഓർമ്മ വരുന്നത് അതങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറയും മാഡം. ചുറ്റിന് ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നങ്ങ് സങ്കല്പിക്കണം. അങ്ങനെ ചെയ്താ മാഡം തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും, എനിക്കുറപ്പാ. അങ്ങനെ ചെയ്യാല്ലേ? ധൈര്യമായിട്ട് ചെയ്യാം. ഒരു അടിപൊളി പ്രസംഗം അങ്ങ് പ്രസന്റ് ചെയ്യും മാഡം. ബി കോൺഫിഡന്റ്. അപ്പോ ഇതൊക്കെയാണ് അച്ഛനെ കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.